പാട്ടോ? പാട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കോലത്തിൽ പാടിയിട്ട് നമ്മൾ പോവാ. ലാസ്റ്റ് പാട്ട് മാത്രം മതിയോ? ഡാൻസ് കളിച്ചാലോ? കളിച്ചാലോ? എന്നാ കളി അത് മതിയോ? കഴിഞ്ഞില്ല. ഇനി അടുത്ത് ഇനി ഒരു പണിയുണ്ട്. അതാണ് മിമിക്രി. ഇരിക്കിരിയോ? ഇരിക്കില്ല, മിമിക്രി. ആരായി? സൈനനെ കൊടുത്തിട്ട് മുണ്ടല് വേറെ തരുമോ? ഇത് പറയാ. സൈനനൊക്കെ ചോദിച്ചത് ഇത് പറഞ്ഞോ, മിമിക്രി പറഞ്ഞോ? മിമിക്രി എടുത്താലോ? എന്നാ ആദ്യം നല്ലൊരു ഗൈഡ് കെട്ടിയാണ്. അപ്പൊ നമ്മൾ ഏതൊരു മിമിക്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അസ്സലാം വലൈക്കും, അത് നേരത്തെ പറഞ്ഞു, വലൈക്കും സലാം. അപ്പൊ ഏതൊരു മിമിക്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളെ സിനിമാ തിയേറ്ററിലൊക്കെ നിങ്ങൾ പോകാറുണ്ടോ? അവിടെ കാണാ പടം തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു പരസ്യം വരുന്നത്. അപ്പൊ ആ ഡയലോഗ് കൂടി സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം. നമ്മുടെ നാടിനിതെന്തു പറ്റി? വലിയ വില കൊടുക്കേണ്ടി വരും. താങ്ക് യു. ഫസ്റ്റൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യല് അല്ലേ? അടുത്തതായിട്ട് പഴയകാല സിനിമയിലെ ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതെ, അരിയക്കുട്ടിയോ? അരികുട്ടി അല്ല, കണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞൊരു പാട്ടുപാടിയുണ്ട്. കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടോ? അതിന് മുന്നേ 2-3 ഡയലോഗുകൾ മൂപ്പര് പറയും കമലഹാസൻ. ആ സൗണ്ട് ആയാലോ? ഓക്കെ അല്ലേ? കൺമണി അൻപോട് காதலன் நான் எழுதும் கடிதமே இல்லை கடிதமேன்னு இருக்கட்டும். எனக்கு என்ன காயம் இருந்தாலும் என் உடம்பு தாங்கிக்கும். உடம்பு தாங்குமா? தாங்காத அபிராமி. மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. അടുത്തതായിട്ട് MIT മൂസ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അതിലുണ്ട് ഒരു പാത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അതിന്റെ വോയിസ് ആയാലോ? അതറിയാത്ത ആരും ഉണ്ടാവില്ലേക്കോ? ഓരെല്ലാവരും അത് തയ്യാറായി നിൽക്കാണ്, കണ്ടോ? ആണോ? നടക്കട്ടെ. മീൻകാരൻ മൂസ ഇന്നെ കിട്ടിയതിന്റെ സമ്മതി ഉണ്ടായിട്ടോ? ഇന്നേക്ക് ദുർഗാഷ്ടമി അന്നെ നമ്മൾ കൊന്ന് എൻ്റെ രക്തത്തെ നമ്മൾ കുടിച്ച് ഓങ്കാല നടന് മാടും അവൻ്റെ മൂസക്കായേ മാണ്ടാന്നൊന്നും പറയല്ലേ. ജഡ്ജസ് കുത്തിരിക്കുണ്ട്. താങ്ക് യു.